ആസിഫ് കൂടിയാണ്. ആസിഫ്, ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ ആസിഫിനെ കേരളത്തിലെ സിനിമാ പ്രേമികൾ നേരത്തെ അംഗീകരിച്ചാണ്. ആ ഒരു അവാർഡിന്റെ ഒരു തിളക്കം കൂടി വരികയാണ് വീണ്ടും. അതെ, ഒത്തിരി സന്തോഷത്തിലുണ്ട്. എനിക്ക് ഈ ഫൈനൽ റൗണ്ട്സിലൊക്കെ വന്നു എന്ന് പറയുന്നതും ഒക്കെ തന്നെ വലിയൊരു അംഗീകാരമായിട്ടും ഞാൻ അതിന്റെ ഒരു ഏറ്റവും സന്തോഷത്തിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫൈനലി അത് സംഭവിച്ചു. അല്ല, മമ്മൂക്കയുടെ ഒപ്പം മത്സരിക്കുന്നത് തന്നെ വലിയ നേട്ടമല്ലേ അല്ലേ ആസിഫ്? അതെ, ഉറപ്പായിട്ടും അതെ. അതൊരു വലിയ അംഗീകാരം തന്നെയായിരുന്നു. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ അവസാനം ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന് പറയുന്നത് സ്വപ്നം കാണാവുന്നതിനൊക്കെ മുകളിലായിട്ടാണ് തോന്നുന്നത്. അല്ലേ, ഋതുവിൽ തുടങ്ങി എത്രയോ സിനിമകൾ, അതിലിടയ്ക്കിലെ പല രീതിയിൽ സഞ്ചരിച്ച് പിന്നീട് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ കൊണ്ട് ഓരോ സിനിമകൾ കൊണ്ട് സ്വയം തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കടുപ്പമേറിയ റോളുകളിലേക്ക് പോകാനുള്ള ഒരു ഇന്ധനമാണ് അല്ലേ? അതെ, ശരിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ തന്നെ ഇതൊരു വലിയ ഇന്ധനമാണ്. ശ്രമിച്ചാൽ സംഭവിക്കും, അല്ലെങ്കിൽ ശ്രമിച്ചാൽ നേടാൻ പറ്റും എന്നുള്ളൊരു വലിയ ഒരു കോൺഫിഡൻസ് തന്നെയാണ് കിട്ടിയത്. രാസുവിന്റെ ആ ചിരിയിലുണ്ട് ആ സന്തോഷം. എങ്കിലും ഒന്ന് ആഗ്രഹിച്ചിരുന്നോ? ഞാനൊരു സാധാരണ ഇതിൽ ചോദിക്കുകയാണ്, മമ്മൂക്കയെ വെട്ടിച്ചൊരു അവാർഡ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നോ? പിന്നെ ഉറപ്പായിട്ടും അതങ്ങനെ കാണണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇത് തന്നെ ഇനി ഒരുപാട് സമയമുണ്ട്, ഇനി ഒരുപാട് ശ്രമിക്കാനുണ്ട്. അപ്പം ഒരു ദിവസം അവിടെ എത്തും. അല്ല ആസിഫ്, ഈ അവാർഡിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വഴി നയിക്കുന്ന ഒരു വലിയ പ്രതിഭ, ഒപ്പം കൂട്ടുകാരൻ സഹപ്രവർത്തനമൊക്കെ ആയ ടൊവിനോ. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും അത് പല തലമുറകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോലെയാണ്. യുവത്വവും ഉണ്ട്, നമ്മുടെ പാരമ്പര്യവും ഉണ്ട് അല്ലേ? അതെ, അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം. അതാണ്, ആർക്കും വിഷമം ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള കാരണങ്ങളുമായി. അപ്പൊ അതൊരു എനിക്ക് അറിയില്ല എന്താ സംസാരിക്കേണ്ടത്. ഞാൻ ഈ മൊമെന്റ് ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. എവിടെയുള്ളേ? ഞാൻ എറണാകുളത്തുണ്ട്, വീട്ടിലുണ്ട്, ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആരെയാണ് ഈ അവാർഡ് കിട്ടിയപ്പോ ആദ്യം കെട്ടിപ്പിടിച്ച ആരെയാണ്? ആദ്യം കെട്ടിപ്പിടിച്ചത് സ്വാഭാവികമായിട്ടും ഭാര്യയെ തന്നെയാണ്. സുഹൃത്തുക്കൾ എല്ലാവരോടും ഉണ്ടായിരുന്നു. തൊടുപുഴയൊന്നും അപ്പ ഉമ്മ എത്തിയിട്ടില്ല. അവരോടാണ് എനിക്ക് ഏറ്റവും ആദ്യം കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്നത്. സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അംഗീകാരങ്ങളൊന്നും മേടിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് അന്ന് കൊടുക്കാത്തതിനൊക്കെ എത്ര ഇരട്ടി കൊടുക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, ഇനി മമ്മൂക്കയെ കാണുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണേ. ഉറപ്പായിട്ടും ഇതിനു വേണ്ടി തന്നെ ഒന്ന് പോണം കെട്ടിപ്പിടിക്കാൻ. ഒരുപാട് സന്തോഷം ആസിഫ് കിട്ടുന്നതിൽ നമുക്കും വളരെ സന്തോഷമാണ്. ഒരുപാട് നന്ദി. വീണ്ടും ഒരുപാട് ആശംസകൾ. താങ്ക് യു. ശരി, ഓക്കെ. ഓക്കെ.